ഓം നമ ശിവായ. ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് 27 നാളുകാരെ കുറിച്ചാണ്. ആ 27 നാളുകാരിൽ മൂന്നാമത്തെ നാളായ കാർത്തിക നാളിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർ അഥവാ കാർത്തിക നാളുകാർ ഈശ്വരനെ എന്നും മനസ്സിൽ ധ്യാനിക്കുന്നവരാണ്. അവരത് പുറമേ കാണിച്ചില്ല എങ്കിൽ പോലും ഈശ്വരൻ്റെ കൃപാകടാക്ഷം അവർക്ക് എന്നും അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ മുഴുവനും ഈശ്വരനെ മറന്നുള്ള ഒരു പ്രവർത്തനങ്ങളിലും അവർ ഏർപ്പെടുകയില്ല. അവർക്ക് ദുഃഖങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഉള്ള ഒരു അഭയസ്ഥാനം എന്ന് പറയുന്നത് ഈശ്വരനാണ്, ദൈവമാണ്. അതുകൊണ്ട് ഈശ്വര കടാക്ഷമുള്ളവർ അഥവാ ഭാഗ്യശാലികളാണ് ഇവർ. ജാതകവുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ധനം അഥവാ നിധി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലഗ്നത്തിൻ്റെ 4ാം ഭാവത്തിൽ ശുക്രനോ ബുധനോ വ്യാഴമോ ശക്തരായിട്ട് നിൽക്കുന്നുവെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് അവർ എത്തിച്ചേരും, വിധി കിട്ടും. ഇനി ഇതുമല്ല എങ്കിൽ ഇവർക്ക് വേറെ എങ്ങും തന്നെ പരതേണ്ട കാര്യമില്ല. ഇവരുടെ 2ാം ഭാവാധിപൻ 2ൽ നിൽക്കുകയോ അല്ലെങ്കിൽ 12ാം ഭാവത്തിൽ നിൽക്കുകയോ ചെയ്താൽ ഇവരുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ വിധി ഉണ്ടായിരിക്കും. അത് പ്രശ്നത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നതാണ്. എന്നാൽ ഇവരുടെ പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. ഇവർക്ക് 1 ഇവരുടെ ഭാഗ്യസംഖ്യ. ചുവപ്പാണ് ഇവരുടെ ഭാഗ്യനിറം. ഇവരുടെ ഭാഗ്യരത്നമെന്ന് പറയുന്നത് മാണിക്യമാണ്. ഇവർ സ്ത്രീ യോനിക്കാരാണ്. മാത്രമല്ല ഇവരുടെ പ്രധാനമായിട്ടുള്ള ദേവത അഗ്നിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവരുടെ മൃഗം എന്ന് പറയുന്നത് ആടാണ്. അതുപോലെ തന്നെ പക്ഷി പുള്ളാണ്. വൃക്ഷം അത്തിയാണ്. ഇവരുടെ പ്രധാനമായിട്ടും ഇവരെക്കുറിച്ച് അഥവാ കാർത്തിക നക്ഷത്രത്തെക്കാരെ കുറിച്ച് നോക്കുമ്പോൾ ഇവർ 2 രാശികളിലായിട്ടാണ് നിൽക്കുന്നത്. കാർത്തിക കാല് മേടക്കൂറും കാർത്തിക മുക്കാല് ഇടവക്കൂറുമാണ്. ആ കാർത്തിക കാലെന്ന് പറയുന്നത് മേടക്കൂറിലാണ്. മേടക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കുജനാണ് അഥവാ ചൊവ്വയാണ്. എന്നാൽ അത് ആദിത്യൻ്റെ ഉച്ചക്ഷേത്രവുമാണ്. എന്നാൽ ഇടവം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. കാർത്തിക മുക്കാലുകാരുടെ രാശിയുടെ അധിപൻ ശുക്രനാണ്. അപ്പോൾ അത് ഗോചരവശാൽ വരുമ്പോൾ ഓരോ ദിവസങ്ങളിലുമുള്ള അല്ലെങ്കിൽ ആഴ്ചയിലുള്ള ഫലങ്ങൾ വരുമ്പോൾ അത് മേടം രാശിക്കാർക്ക് വരുന്നത് പോലെയല്ല ആയിരിക്കും ഇടവൻ രാശിക്കാർക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ആ ജീവിത നിലവാരം എടുത്തു നോക്കുമ്പോൾ അവർ മേടം രാശിക്കാർ അഥവാ ഇവരുടെ മേടം രാശിക്കാരായിട്ടുള്ള കാർത്തിക നാളുകാർ വളരെ ശൂരന്മാരും പ്രവർത്തന മേഖലകളിൽ നൈപുണ്യമുള്ളവരും അവർക്ക് വളരെയധികം ആത്മസംയമനമുള്ളവരും പ്രവർത്തന ശേഷിയുള്ളവരും ഏത് രംഗത്തേക്ക് തിരിഞ്ഞാലും അവരുടെ മികവ് അവർ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല ഇവർക്ക് ഈശ്വരനെ മറന്നുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഇവരെ കാർത്തിക നക്ഷത്രക്കാർ കീർത്തി കേൾക്കുമെന്ന് പറയുന്നത്. ഈശ്വരനാണ് അവരുടെ സർവവും. ആ ഈശ്വരനെ മറന്നുള്ള ഒരു പ്രവർത്തനങ്ങളിലും അവർ ഏർപ്പെടുകയില്ല. അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ധാരാളം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണിത്. ഇവർക്ക് സഹോദര തുല്യന്മാരായിട്ടുള്ളവരോ സഹോദരന്മാരായിട്ടുള്ളവരോ എല്ലാം തന്നെ
ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഇവരുടെ 9ാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. ആ 9ാം ഭാവാധിപൻ ആണ് ഇവരുടെ സഹോദര തുല്യരായിട്ടുള്ള ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ഭാഗ്യസ്ഥാനത്ത് 3ാം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് സഹോദര തുല്യരായിട്ടുള്ള ബുധൻ വ്യാഴമാണ് നിൽക്കുന്നത്. അത് ബുധക്ഷേത്രത്തിലാണ്. ഇവരുടെ വീടെന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹീതമായിട്ടുള്ള ഒരു കുടുംബമാണ്. കാരണം അത് ദുർഗാദേവിയുടെ സ്ഥലമാണ്. ദുർഗാദേവി നിലകൊള്ളുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവരുടെ വീടെന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർക്ക് ജീവിതത്തിൽ വളരെ മാന്യതകളും കഷ്ടപ്പാടുകളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഇവർക്ക് ഉന്നതമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇവരുടെ സന്താനങ്ങൾ മുഖാന്തരമായിരിക്കും ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിൽ ഗുണങ്ങൾ ഉണ്ടാകുന്നത് ഇവരുടെ സന്താനങ്ങൾ പരമായിട്ടായിരിക്കും. അതുകൂടാതെ കൊണ്ട് തന്നെ ആ സന്താനങ്ങളിൽ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള മേഖലകൾ ചെറിയ ചെറിയ മാന്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ശത്രുക്കളായിട്ടുള്ളവരെ ഇവർക്ക് അധികമൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ആ ശത്രുക്കളെ എല്ലാം തന്നെ നിഗ്രഹിക്കുവാനുള്ള ഇവർക്ക് ഈശ്വര അനുകൂലവും ഈശ്വര സാമീപ്യവും ഉള്ളവരാണ്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലേക്ക് വരുവാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സുഖകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണെങ്കിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇവർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവരുടെ ഷഷ്ടാഷ്ടമം കൂടി ഒന്ന് നോക്കണം. 6ാം ഭാവത്തിൽ നിൽക്കുന്ന നാളുകാരെ അവർ വർജിക്കേണ്ടതാണ്. അത് ആ കാർത്തികയുടെ 6ാം ഭാവം എന്ന് പറയുമ്പോൾ അത് കന്നി രാശിയാണ്. അപ്പോൾ ആ കന്നി രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ആ നക്ഷത്രക്കാരെ ഇവർ വർജിക്കേണ്ടതാണ്. കാരണം ഷഷ്ടാഷ്ടമത്തിൽ നിൽക്കുന്നത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവർക്ക് ഇവരുടെ തടസ്സങ്ങളെല്ലാം തന്നെ മാറി കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ആ ഇവരുടെ തടസ്സങ്ങളെല്ലാം തന്നെ വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ പെട്ടെന്ന് മാറുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇവർ പ്രവർത്തന മേഖലകളിലേക്ക് മികവ് തെളിയിക്കുകയാണെങ്കിൽ വളരെയധികം ഉന്നതി ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇവരുടെ 9ാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. ആ 9ാം ഭാവാധിപൻ ഇപ്പോൾ 3ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് സഹോദരന്മാരായിട്ടുള്ളവരിൽ നിന്നും വളരെയധികം ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതുകൂടാതെ ഇവരുടെ കർമ്മരംഗങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മരംഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് കർമ്മരംഗങ്ങളെല്ലാം തന്നെ വളരെയധികം മേൽഗതിയിലേക്ക് വരുന്നതായിരിക്കും. എന്നാൽ ചെറിയ ചെറിയ മാന്യങ്ങൾ ഉണ്ടായിരിക്കും. ആ കർമ്മരംഗങ്ങളിൽ നിൽക്കുന്നതിന് വേണ്ടി ഇവർ ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴത്തിനെ വളരെയധികം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഗുരുവായൂരിൽ പോയി പാൽപ്പായസം, നെയ്വിളക്ക്, തിരുമുടിമാല, തൃക്കൈവെണ്ണ എന്നിവ നടത്തുകയും ചെയ്യേണ്ടതാണ് ഇവരുടെ പക്കപ്പിറന്നാൾ തോറും. അതുപോലെ തന്നെ ഇവരുടെ 11ാം ഭാവത്തിലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത്. അത് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിക്കൊടുക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു 2 മാസത്തിന് മുൻപായിട്ട്. കാരണം ഇവരുടെ 11ാം ഭാവത്തിൽ നിന്നിരുന്നത് ശനി ഭഗവാനായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് 11ാം ഭാവത്തിലെ വരുമാനം ചെറിയ ചെറിയ രീതിയിൽ കുറവായിരുന്നു.
അതിപ്പോൾ ആ 11-ാം ഭാവത്തിൽ നിന്നിരുന്ന ശനി 12-ാം ഭാവത്തിലേക്ക് മാറിയത് കൊണ്ട്, അതുപോലെ തന്നെ ആ 12-ാം ഭാവത്തിൽ നിന്നിരുന്നതായ രാഹു 11-ാം ഭാവത്തിലേക്ക് കുംഭം രാശിയിലേക്ക് വരികയുണ്ടായത് കൊണ്ടും ഇവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തിക ഉന്നതികൾ ഇവർക്കുണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ അതുപോലെ തന്നെ ആ വ്യയസ്ഥാനം ചിലവ് വളരെയധികം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഇവരുടെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇടവം രാശിയുടെ മുക്കാൽ ഭാഗം നിൽക്കുന്നത്, ഇടവം രാശിയുടെ കാർത്തിക മുക്കാലാണ് നിൽക്കുന്നത്. ആ ഇടവം രാശിയിൽ കാർത്തിക നിൽക്കുന്നത് മുക്കാൽ ഭാഗമാണെങ്കിൽ അവിടെയാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ്റെ സ്വക്ഷേത്രമാണ് ഇടവം രാശി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് വളരെയധികം കലാപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ മികവുണ്ടാകുന്നവരാണ്. സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം ഉന്നതികൾ ഇവർക്കുണ്ടാകുന്നതാണ്. എന്നാൽ സാമ്പത്തിക മാന്ദ്യങ്ങളും ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവരുടെ സഹോദരന്മാരായിട്ടുള്ളവരോ എല്ലാം തന്നെ ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. എന്നാൽ ഇവരോട് വളരെയധികം അടുത്ത് നിൽക്കുന്നവരായിരിക്കും. പക്ഷേ അവരോട് സഹോദര തുല്യന്മാരായിട്ടുള്ള ആൾക്കാർ ഇവരോട് വളരെയധികം സഹായങ്ങൾ കൊടുക്കുന്നവരായിരിക്കുകയില്ല. ഇവരുടെ വീടെന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ഗൃഹത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയെല്ലാം തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അത് കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് കുജൻ മാറുകയുണ്ടായി. അതുപോലെ തന്നെ മീനം രാശിയിൽ നിന്നും കേതു ചിങ്ങം രാശിയിലേക്ക് മാറി. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവരുടെ സന്താനങ്ങൾ മുഖാന്തരമാണ് ഉണ്ടാകുന്നത്. സന്താനങ്ങൾ മുഖാന്തരം ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവർക്ക് പ്രധാനമായിട്ടുള്ളത് ഇവരുടെ മീനം രാശി എന്ന് പറയുമ്പോൾ ഇവരുടെ സന്താനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവരോട് കിടപിടിക്കത്തക്ക ശത്രുക്കളാണ്. അതുകൊണ്ട് ഇവരെ ജയിക്കുന്നതിന് അവർക്ക് സാധ്യമല്ല. എന്നാൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ അതുപോലെ തന്നെ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളിലോ എല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇപ്പോൾ. കാരണം അവിടെ വ്യാഴം അംശയിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഇവർക്ക് തടസ്സങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങൾ ഈശ്വരാധീനം ഉള്ളവരായതുകൊണ്ട് ഇവർക്ക് തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. 9-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനി ഭഗവാനാണ്. അതുകൊണ്ട് ഇവർക്ക് ശനി ഭഗവാൻ അനുഗ്രഹമായിട്ടുള്ള സാമ്പത്തിക മേഖലകളെല്ലാം തന്നെ നൽകുന്ന ഒരു കാലഘട്ടമാണ്. ചിലപ്പോൾ അവർക്ക് രാഹുർദശ കാലഘട്ടമാണെങ്കിൽ ആ ശനി ഭഗവാൻ ദോഷം ചിലപ്പോൾ ഉണ്ടായെന്ന് വരിക. അപ്പോൾ ആ ശനി ഭഗവാൻ ചിലപ്പോൾ രാഹുർദശ കാലഘട്ടത്തിൽ നിൽക്കുന്നതായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ രാഹുർദശ കാലമാണെങ്കിൽ ആ ശനി ഭഗവാൻ ദോഷങ്ങൾ വരുത്താതെ അവരെ രക്ഷിച്ചുകൊള്ളും. കൂടാതെ ഇവരുടെ കർമാധിപൻ എന്ന് പറയുന്നത് കർമ്മരംഗം വളരെയധികം ശോഭനമായിരിക്കും. കാരണം എന്താണ്? അവിടെ രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഹുവിനെ ഇവർ പൂജിക്കുകയും രാഹുവിന് വേണ്ടതായിട്ടുള്ള വഴിപാടുകൾ, രാഹു പൂജ നടത്തുക, നവഗ്രഹ ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും രാഹു പൂജ നടത്തിക്കഴിഞ്ഞാൽ ഇവരുടെ കർമ്മരംഗത്തിൽ വരുന്നതായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇവരുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന അഥവാ ഇവരുടെ ലാഭസ്ഥാനത്തിൽ നിൽക്കുന്ന എന്ന് പറയുന്നത് ഇപ്പോൾ ശനി ഭഗവാനാണ്. അത് വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കർമ്മരംഗങ്ങളിലുണ്ടാകുന്ന സാമ്പത്തിക വരുമാനം ഇവർക്ക് വളരെയധികം ഉണ്ടായില്ലെങ്കിലും
ദോഷമല്ലാത്ത രീതിയിലുള്ള വരുമാനം ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ പ്രധാനമായിട്ടുള്ളത് ഇവരുടെ 12ാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ അഥവാ ആദിത്യൻ്റെ ഉച്ചക്ഷേത്രമായിട്ടുള്ള മേടം രാശിയാണ്. ആ മേടം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് കുജനാണ്. അതുകൊണ്ട് ഇവർക്ക് ധാരാളം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി ഇവരുടെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചുരുക്കാം. ഇവരുടെ ദിശാസന്ധികൾ നോക്കണം. ഓരോ ദിശാസന്ധികളിലും ആദിത്യ ദിശയിലാണ് ഇവരുടെ ജീവിതം തുടങ്ങുന്നത്, അഥവാ കുട്ടി ജനിക്കുന്നത്. ആദിത്യ ദിശ കഴിഞ്ഞെന്നാൽ അടുത്തത് ചൊവ്വാദിശയാണ്, അഥവാ കുജദിശയാണ്. കുജദിശ കഴിഞ്ഞെന്നാൽ ഇവർക്ക് വരുന്നത് ചന്ദ്രദിശ കാലഘട്ടമാണ്. അപ്പോൾ ആദിത്യ ദിശയിലും കുജദിശയിലും ബാല്യകാലത്ത് ചെറിയ ചെറിയ ദോഷങ്ങൾ, ഇവർക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇവരുടെ ചന്ദ്രദിശ കാലഘട്ടത്തിൽ 10 വർഷം വളരെ നല്ല രീതിയിലേക്ക് പോകും. അത് കഴിഞ്ഞെന്നാൽ രാഹുർ ദിശ കാലഘട്ടമാണ്. ആ രാഹുർ ദിശ കാലഘട്ടമാകുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. രാഹുർ ദിശ കാലഘട്ടങ്ങളിൽ ആ രാഹുവിൻ്റെ അപകാര കാലഘട്ടം നമ്മൾ ജാതകം മുഖാന്തരം നോക്കിയിട്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുക. രാഹുർ ദിശയിൽ തന്നെ ഒരു 1/2 ഗ്രാം ഭൂമേതകം 1 ഗ്രാം സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി നമ്മളുടെ വലത് കൈയുടെ നടുവിരലിൽ അണിഞ്ഞു കഴിഞ്ഞാൽ ആ രാഹുവിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ ആ രാഹുവിൻ്റെ ദിശാസന്ധിയിൽ രാഹുവിൻ്റെ അപഹാര കാലഘട്ടത്തിൽ നമ്മൾ രാഹു പൂജ നടത്തണം. അത് രാഹുവിനെ വളരെയധികം പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് വ്യാഴദശ കാലഘട്ടമാണ്. വ്യാഴദശ കാലഘട്ടത്തിലും വ്യാഴത്തിൻ്റെ അപകാര കാലഘട്ടത്തിൽ നമുക്ക് നല്ലതായിരിക്കും. ബുധൻ്റെ അപകാര കാലഘട്ടത്തിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശനിയുടെ അപകാര കാലഘട്ടത്തിൽ നമ്മൾക്ക് വളരെ ദോഷങ്ങളില്ലാത്ത സമയമായിരിക്കും. ചിലപ്പോൾ ശനിദിശയിലുള്ളവർക്കാണെങ്കിൽ ആ ശനിയുടെ അപകാര കാലഘട്ടമാണെങ്കിൽ ചിലപ്പോൾ ദോഷങ്ങൾ വരാം. അങ്ങനെയുള്ളവർക്ക് ചെയ്യേണ്ടതാണ്, ശനി ഭഗവാനെ നമ്മൾ വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ ശബരിമല ഭഗവാൻ ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും ശബരിമലയിലേക്ക് നമ്മൾ ഒരു നാണയമെങ്കിലും ഒഴിഞ്ഞ് നമ്മളുടെ മുഖത്തൊഴിഞ്ഞ് ഒരു കാണിക്ക് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ ദോഷങ്ങൾ ഏറെക്കുറെ മാറുകയും ജീവിതം വളരെ സ്വസ്ഥവും ശാന്തവും സൗമ്യവുമായി തീരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വര കൃപയുണ്ടാകട്ടെ. വൈക്കത്തപ്പൻ്റെ കരുണയും സഹായവും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.